നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ഒരു പകൽ ദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്താ സംഭവങ്ങളുടെ നേർചിത്രമാണ് പകൽ വാർത്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് രാഷ്ട്രീയം കൊടുമ്പിരി കൊണ്ടുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ എല്ലാവരും ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം വിവാദങ്ങളും ഒന്നൊഴിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും. എന്താണ് ഇന്നത്തെ പകൽ ദിനം വരെയുള്ള, ഇന്നത്തെ ഉച്ച ദിവസം വരെയുള്ള, ഉച്ച സമയം വരെയുള്ള വാർത്തകളുടെ പൊതുചിത്രം? വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജിയിൽ വിവാദം മുറുകുന്നു. സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസമെന്ന് പ്രതിപക്ഷം. പ്രതികരിക്കാതെ അരുൺ ഗോയലും കേന്ദ്ര സർക്കാരും. 3 അംഗ കമ്മീഷനിൽ നിലവിൽ മുഖ്യ കമ്മീഷണർ മാത്രം. പത്മജയുടെ BJP പ്രവേശനത്തിൽ ബെഹ്റയുടെ പങ്കുയർത്തി പ്രതിരോധിക്കാൻ കോൺഗ്രസ്. BJP പ്രവേശനത്തിന് ഇടനില നിന്നത് ബെഹ്റയെന്ന് KC വേണുഗോപാൽ. ബെഹ്റയ്ക്ക് പിന്നിൽ ആരെന്ന് പിണറായി പറയണമെന്നും വേണുഗോപാൽ. മാസപ്പടി അന്വേഷണം നിലച്ചത് CPM BJP ബന്ധമെന്നും ആരോപണം. സ്ഥാനാർത്ഥി പട്ടികയിലെ സ്ത്രീ പ്രാതിനിധ്യത്തിലും സതീശനും സുധാകരനും 2 തട്ടിൽ. സ്ത്രീ പരിഗണനയിൽ വീഴ്ച പറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ്. AICC വക്താവ് ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ലെന്ന് സുധാകരൻ. സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളെ പരിഗണിച്ചില്ലെന്നായിരുന്നു ഷമയുടെ വിമർശനം. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ VD സതീശനെ തള്ളി K സുധാകരൻ. വേണ്ടത് ജുഡീഷ്യൽ അന്വേഷണമല്ലെന്നും ജുഡീഷ്യൽ അന്വേഷണമാണെന്നും KPCC പ്രസിഡന്റ്. CBI സ്വാധീനിക്കപ്പെടാം. KSUവും യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും സമരം ചെയ്തത് CBI അന്വേഷണം ആവശ്യപ്പെട്ട്. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക്. മാർച്ച് 15-ന് പാലക്കാട് പ്രചരണത്തിനെത്തും. റോഡ് ഷോയും പൊതുസമ്മേളനവും നടക്കും. കട്ടപ്പന കൊലപാതകം. നവജാത ശിശുവിനെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ ചുറ്റിക കണ്ടെടുത്തു. പ്രതിയെ കട്ടപ്പനയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യയും മകനും ഉൾപ്പെടെ 3 പേരാണ് പ്രതികൾ. വനം മന്ത്രിമാരുടെ യോഗം ബന്ദിപ്പൂരിൽ തുടങ്ങി. കേരളം, തമിഴ്നാട്, കർണാടക വനം മന്ത്രിമാർ പങ്കെടുക്കുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുക മുഖ്യ അജണ്ട. ആദ്യ വാർത്തയിലേക്ക് തന്നെ നമ്മൾ കടന്നു വരുമ്പോൾ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിക്കാൻ എത്തുകയാണ്. മുമ്പ് പലവട്ടം വന്നുപോയതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മാർച്ച് 15-ന് അദ്ദേഹം വീണ്ടും എത്തുകയാണ്. പാലക്കാടാണ് ഇത്തവണ പ്രധാനമന്ത്രി എത്തുന്നത്. റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കം നടത്തിക്കൊണ്ട് BJPയുടെ പ്രചരണ രംഗത്ത് പ്രധാനമന്ത്രിയുടെ വരവോടെ ഒരു പൊതു തുടക്കമാവാനാണ് BJP ക്യാമ്പുകൾ ലക്ഷ്യമിടുന്നത്. ഈ മാസം 15-ന് വെള്ളിയാഴ്ചയാണ് നരേന്ദ്രമോദി പാലക്കാട് എത്തുന്നത്. പാലക്കാടുള്ള C കൃഷ്ണകുമാറിൻ്റെ, അതായത് NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം പാലക്കാട് കോട്ട മൈതാനിയിലാണ് പ്രധാനമന്ത്രി പ്രസംഗിക്കുക. നമുക്കറിയാം, പാലക്കാട് അത്യാവശ്യം സ്വാധീനമുള്ള, BJPക്ക് സ്വാധീനമുള്ള ചില ബെൽറ്റുകളുണ്ട്. ഒരുപക്ഷെ തൃശ്ശൂരിനെ അപേക്ഷിച്ചാണെങ്കിൽ പോലും പാലക്കാടാണ് BJPക്ക് സ്വാധീനമുള്ള സ്ഥലം. പ്രത്യേകിച്ച് നഗരപ്രാന്ത പ്രദേശങ്ങളിൽ BJPക്ക് വലിയ സ്വാധീനമുണ്ട്. കഴിഞ്ഞ തവണ ശ്രീധരൻ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്ക് മത്സരിച്ചപ്പോഴും പ്രചാരണത്തിന് വേണ്ടി നരേന്ദ്രമോദി ഇവിടെ എത്തിയതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഇവിടെ പ്രസംഗിക്കാൻ എത്തുന്നത്. ഇവിടെ എത്തുന്നതോടുകൂടി അദ്ദേഹത്തിന് പ്രധാനമായും ഈ പാലക്കാട് തൃശ്ശൂർ ആ ഒരു ബെൽറ്റ്, BJPക്ക് സ്വാധീനമുള്ള ആ ഒരു ബെൽറ്റിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്.
ഇതെന്തായാലും BJPക്ക് വലിയ രീതിയിലുള്ളൊരു ഗുണം ചെയ്യും. കാരണം BJP ക്യാമ്പുകൾ പൊതുവെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തൃശ്ശൂർ ഒഴികെയുള്ള BJPയുടെ ക്യാമ്പുകൾ പൊതുവെ ഒരു മ്ലാനതയിലാണ്. പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി ഇത് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് BJP നേതൃത്വവും. എന്തായാലും അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ പാലക്കാട് ഉണ്ടാവും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റേതൊക്കെ ജില്ലയിൽ അദ്ദേഹം പ്രസംഗിക്കും, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പിന്നീട് അതിൻ്റെ ഷെഡ്യൂൾ വരും എന്നാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും നമുക്കറിയാം ഈ പാലക്കാടും അതുപോലെ തന്നെ മലമ്പുഴ കുറച്ച് പ്രദേശങ്ങളെല്ലാം തന്നെ BJPക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ സ്വാധീനമുണ്ട്. പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJPയാണ്. ഈ നഗരപ്രദേശങ്ങളിൽ തന്നെയാണ് കാര്യമായ സ്വാധീനമുള്ളത്. ഇപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി പാലക്കാടുള്ളൊരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഒരു മൈലേജിന് അപ്പുറത്തേക്ക് കൂടുതൽ ആളുകളെ, അല്ലെങ്കിൽ ഈ അതിൻ്റെ തൃശ്ശൂരും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലും BJPക്ക് പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി വലിയ ഒരു ഉണർവുണ്ടാവും എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ഈ മാസം 15-ന്, അതായത് വെള്ളിയാഴ്ച പാലക്കാട് എത്തുന്നത്. വിനേഷ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായ രാഷ്ട്രീയം മുൻനിർത്തിയാണ് പ്രധാനമന്ത്രിയുടെ നീക്കം. പ്രധാനമന്ത്രി വീണ്ടും മാർച്ച് 15-ന് അദ്ദേഹം വീണ്ടും എത്തുമ്പോൾ സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രിയുടെ വരവും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളും ഒക്കെ വലിയ ചർച്ചയാവും. നേരത്തെ തന്നെ മോദി ഗ്യാരണ്ടി വലിയ ചർച്ചയാക്കി തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. വീണ്ടും നമ്മൾ മടങ്ങി വന്ന് കോൺഗ്രസ് ക്യാമ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശം. അത് കോൺഗ്രസിനുണ്ടാക്കിയ അമ്പരപ്പ് ചെറുതല്ല. അതിൽ നിന്നും മറികടക്കുക തന്നെയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. കൃത്യമായ പ്രതിരോധ തന്ത്രം കോൺഗ്രസ് ക്യാമ്പുകൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത് പത്മജ വേണുഗോപാലിന് BJPയിലേക്ക് എത്താൻ ഇടനിലക്കാരനായി നിന്നത് CPMന്റെ ഉന്നതന്റെ നിർദ്ദേശപ്രകാരം മുൻ DGP ലോക്നാഥ് ബെഹ്റയാണെന്ന ആരോപണമാണ്. കോൺഗ്രസ് ആരോപണം കൂടുതൽ കടുപ്പിക്കുകയാണ്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മാസപ്പടി അന്വേഷണമടക്കം നിലച്ചത് CPMും ഒപ്പം BJPയും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന ആരോപണവും ശക്തമായി തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. മറുപക്ഷത്തു നിന്നും ആരോപണമുണ്ടാവുന്നുണ്ട്. KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് മത്സരിക്കാനെത്തുന്നതും വടകരയിലേക്ക് ഷാഫി പറമ്പിലെത്തുന്നതിനും പിന്നിലും BJPയുമായുള്ള ഒത്തുകളിയുണ്ട് എന്ന ആരോപണം CPMും ഉന്നയിക്കുന്നുണ്ട്. നോക്കാം ആ രാഷ്ട്രീയം. പത്മജ വേണുഗോപാൽ BJP പാളയത്തിലേക്ക് ചേക്കേറിയതിന്റെ ഞെട്ടൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എങ്കിലും അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും എല്ലാം രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു CPM ഉന്നത നേതാവിന്റെ ഇടപെടലിൽ മുൻ DGP ലോക്നാഥ് ബെഹ്റയാണ് പത്മജ വേണുഗോപാലിന് BJPയിലേക്ക് എത്തുന്നതിന് വേണ്ടിയ വഴിയൊരുക്കിയത് എന്ന ആരോപണം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. എല്ലാ മണ്ഡലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾക്കും അവർ തുടക്കമിട്ട് കഴിഞ്ഞു. എന്തായാലും സംസ്ഥാനത്ത് CPMും BJPയും തമ്മിൽ രഹസ്യ ബാന്ധവമുണ്ട് എന്ന് പറഞ്ഞ് കൃത്യമായ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ആവർത്തിച്ചിരിക്കുന്നത്. അതിന് വ്യക്തമായ ഉദാഹരണമായി എടുത്തു കാണിക്കുന്നത് മാസപ്പടി വിവാദത്തിലടക്കം SFIO ഉൾപ്പെടെ തുടങ്ങിവെച്ച അന്വേഷണത്തിന്റെ ഗതി ഇപ്പോൾ എന്തായി, ഭാവി ഇപ്പോൾ എന്തായി എന്ന ചോദ്യം തന്നെയാണ്. കാരണം വലിയ ദ്രുതഗതിയിൽ അന്വേഷണം നടക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നു. പക്ഷേ ഇപ്പോൾ അതിന്റെ ഭാവി എന്തായി, അതിന്റെ അവസ്ഥ എന്തായി, അതുതന്നെയാണ് കോൺഗ്രസിനെതിരെ CPMും BJPയും തമ്മിൽ ഒത്തുകളിക്കുകയാണ് എന്ന കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ബലപ്പെടുത്തുന്നത്. എല്ലാത്തിനും സെറ്റിൽമെന്റ് ഉണ്ടാക്കിയ എവിടെ ED അന്വേഷണം കരുവന്നൂരില്, എവിടെ മാസപ്പടി അന്വേഷണം, എവിടെ പോയി? കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ CPM പിണറായി വിജയനും സംഘപരിവാർ നേതൃത്വവും തമ്മിലുള്ള ഇടനിലക്കാരനാണ് പല കാര്യങ്ങൾക്കും. ഇപ്പോഴും പിണറായി വിജയന്റെ അനുമതിയോടുകൂടിയാണ് പത്മജ വേണുഗോപാൽ BJP ചേരാനുള്ള എല്ലാ മിഡിൽമെൻ വർക്കും അദ്ദേഹം ചെയ്തത്. ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇല്ലെങ്കിൽ വെറുതെ റോഡിലിരിക്കുന്ന ഒരാളെ കുറിച്ച്, തൂണിച്ചാരിയിരിക്കുന്ന ഒരാളെ കുറിച്ച് ഞങ്ങൾ ആക്ഷേപം പറയേണ്ട ആവശ്യമുണ്ടോ? ലോക്നാഥ് ബെഹ്റയെ വെറുതെ ആകാശത്ത് നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നല്ലോ. ലോക്നാഥ് ബെഹ്റയ്ക്ക് അതിൽ പങ്കുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട്. അത് പിണറായി വിജയന്റെ അറിവോടുകൂടി ചെയ്താണ്. ലോക്നാഥ് ബെഹ്റ ആരുടെ കോൺഫിഡൻസാണ് എൻജോയ് ചെയ്യുന്നത്? അത് റിലയബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് വരുന്ന വാർത്തകളാണ്. അതിൽ വാസ്തവമുണ്ടെന്നാണ് കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത്. CPMും BJPയുമായി ഒരു ബാന്ധവമുണ്ട് എന്നുള്ളതാണോ ഈ പുതിയ ആരോപണങ്ങളുടെ? അല്ല, അത് പുതിയ ആരോപണം വേണ്ട, അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അത് കേരളത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഈ പ്രചാരണം
സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ കേന്ദ്ര തലത്തിലും ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. എന്തായാലും പത്മജ വേണുഗോപാൽ പാർട്ടിയിൽ നിന്ന് മാറിയതിന്റെ അല്ലെങ്കിൽ BJP പാളയത്തിലേക്ക് ചേക്കേറിയതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാർ CPM ആണ്. സംസ്ഥാനത്തെ BJPയെ വളർത്തുന്നതിന് വേണ്ടി കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നത് CPM തന്നെയാണ് എന്ന് പറഞ്ഞ് പ്രതിരോധം തീർക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ. അതാണ് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം. ഇവിടെ പ്രതിരോധിക്കാൻ കോൺഗ്രസും അതേസമയം CPMനെതിരെ ആയുധം ഉന്നയിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങളുമൊക്കെ വരും ദിവസങ്ങളിൽ എങ്ങനെ അത് ഗുണപ്പെടും, എങ്ങനെ അതിന്റെ പ്രതിഫലമുണ്ടാകും എന്നുകൂടി നമുക്ക് കാണാം. മറ്റൊരു ദേശീയ വാർത്തയിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയിൽ കേന്ദ്രത്തിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ ഈ രാജിയുടെ കാരണം കേന്ദ്ര സർക്കാർ ബോധിപ്പിക്കണമെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണോ അതോ സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസമാണോ രാജിയിലേക്ക് നയിച്ചത് എന്ന ചോദ്യവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ രാജിയെക്കുറിച്ച് അരുൺ ഗോയലോ കേന്ദ്ര സർക്കാരോ ഇതുവരെ ഒന്നും തന്നെ വിശദീകരിച്ചിട്ടുമില്ല. ഈ വിഷയം ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാവുകയാണ്. രാകേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാകേഷ്, ഈ വിവാദം പലതരത്തിൽ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രഖ്യാപനം അതിൻ്റെ പടിവാതിക്കൽ നിൽക്കെയാണ് ഇത്തരം ഒരു കമ്മീഷണർ രാജി ഉണ്ടാവുന്നത്. കേന്ദ്ര സർക്കാർ ഇതിൽ വിശദീകരണം നൽകാതിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ നീക്കങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണോ? സജിത്ത്, അടുത്ത ആഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പാണ്, ഏറെക്കുറെ ഉറപ്പാണ്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി അരുൺ ഗോയലിന്റെ രാജി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വലിയ ഞെട്ടൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആദ്യം മുതലുണ്ടാക്കിയെങ്കിൽ ഇപ്പോൾ സർക്കാരിനെതിരെ പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുകയാണ്. അതായത് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, അതായത് 3 കാര്യങ്ങൾ ഉന്നയിക്കുന്നു. ഒന്ന്, എന്തുകൊണ്ടാണ് രാജി, വ്യക്തിപരമായ കാരണങ്ങളാണോ എന്ന ചോദ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നു. രണ്ടാമതായി ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഭിന്നതയാണോ അതോ സർക്കാരുമായുള്ള ഭിന്നതയാണോ രാജിയിലേക്ക് നയിച്ചത്. 3, കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി സമീപകാലത്ത് രാജിവെച്ചുകൊണ്ട് BJPയിൽ ചേർന്നു, ആ വഴി സ്വീകരിക്കാനാണോ എന്ന ചോദ്യം കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, ഇലക്ഷൻ കമ്മീഷനല്ല, ഒമിഷൻ കമ്മീഷനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന വിമർശനം ഉന്നയിച്ചത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. ഇങ്ങനെ ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്നു. മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ കേന്ദ്ര സർക്കാരുമായുള്ള ഭിന്നതയാണ് ഈ രാജിയിലേക്ക് നയിച്ചതെന്ന കാര്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം ചേർന്നത്. അന്ന് 2 ദിവസത്തെ യോഗത്തിൽ 1 ദിവസത്തെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം അരുൺ ഗോയൽ ഡൽഹിക്ക് മടങ്ങി, തൊട്ടു പിന്നാലെ രാജിവെച്ചു എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇക്കാര്യത്തിലൊരു വ്യക്തത അരുൺ ഗോയലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഏതായാലും നിലവിൽ ഒരംഗം മാത്രം, അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രം ഉള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഫെബ്രുവരി 15-ാം തീയതി മറ്റൊരംഗം വിരമിച്ചിരുന്നു. അതിനുശേഷം ഇത് 2-അംഗ കമ്മീഷനുമായി. ഇപ്പോൾ അരുൺ ഗോയലിൻ്റെ രാജിയോടുകൂടി ഒരാൾ മാത്രമുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരാൾ മാത്രമാണ്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ് ഉള്ളതെങ്കിലും തെരഞ്ഞെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ പ്രശ്നമില്ല, നടപടികളുമായി മുന്നോട്ട് പോകാം. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി, അതായത് പെട്ടെന്നുണ്ടായ രാജി, അത് സർക്കാരുമായുള്ള ഭിന്നതയാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. സ്വാഭാവികമായും അക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തത വരുത്തേണ്ടത് അരുൺ ഗോയലും കേന്ദ്ര സർക്കാരുമാണ്. ഏതായാലും ഈ ഘട്ടം വരെയും അത്തരമൊരു നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല. രാകേഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതൊക്കെ തരത്തിലുള്ള വിമർശനമുണ്ടായെങ്കിലും രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും ഒരു സ്വതന്ത്ര സംവിധാനമാണ് എന്ന തരത്തിൽ അവകാശപ്പെടാനും അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കാനും കഴിയുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നു, അതിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ രാജ്യം എന്നൊക്കെയുള്ള വിമർശനം ഉയരുന്നുണ്ട്. ഇനി നോക്കൂ, 2 കാര്യങ്ങൾ. ഒന്ന്, 2 ഒഴിവുകൾ നിലവിലുള്ളപ്പോൾ തന്നെ വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഈ 2 കമ്മീഷണർമാരുടെ ഒഴിവുകളും നികത്താൻ സർക്കാരിന് കഴിയും. അങ്ങനെ ഒഴിവുകൾ നികത്തപ്പെട്ടാൽ അത് സർക്കാരിൻ്റെ തികച്ചും നോമിനികളായ 2 വ്യക്തികൾ കമ്മീഷണറായി വരുന്നു എന്ന ആരോപണം ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതങ്ങനെയെങ്കിൽ ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ വലിയ വിവാദങ്ങൾ നിർത്തുന്ന ഒരു നീക്കമായി മാറുമോ? അത്തരം സാധ്യത മുന്നിൽ കാണുന്നു? അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് സജിത്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത്തരത്തിൽ കമ്മീഷനിൽ തന്നെ ഭിന്നതയുണ്ടായിരുന്നു. അതായത് പ്രധാനമന്ത്രി അടക്കമുള്ളവർക്കെതിരെ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് നടപടിയെടുക്കുന്നില്ല എന്നൊരു അംഗം തന്നെ അശോക് ലവാസ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യം, അതായത് നേരത്തെ ഇത്തരത്തിൽ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നതിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവർ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പാനലായിരുന്നു, സമിതിയായിരുന്നു നിയോഗിച്ചിരുന്നെങ്കിൽ അതിൽ പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നുകൊണ്ട് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ്, കേന്ദ്രമന്ത്രി എന്ന നിലയിലേക്ക് സാഹചര്യം മാറ്റിയിരുന്നു. പ്രത്യേകിച്ച് അത്തരത്തിൽ നിയമം അടുത്തിടെയാണ്
പാർലമെന്റ് പാസ്സാക്കുകയും ചെയ്തത്. അപ്പോൾ ഈ ഘട്ടത്തിൽ 2 ഒഴിവുകൾ സ്വാഭാവികമായി നികത്തുമ്പോൾ അത് സർക്കാരിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരാണെന്ന പ്രതിപക്ഷ ആരോപണം, ഈ അങ്ങനെ അല്ലെങ്കിൽ പോലും അത്തരമൊരു ആരോപണം ഉന്നയിക്കപ്പെടും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഒഴിവ് നികത്താനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സജിത്. യെസ്, അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിവാദം. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജി അത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ സുതാര്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിൽ ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം. അതിൻ്റെ രാഷ്ട്രീയവും ഒപ്പം അതിൻ്റെ തുടർ നടപടികളുടെ സാധ്യതകളുമാണ് ER രാകേഷ് പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ VD സതീശനെയും പോഷക സംഘടനാ നേതാക്കളെയും തള്ളുകയാണ് കെ സുധാകരൻ. കാരണം CBI അന്വേഷണമാണ് സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷം. മുഖ്യമായും പോഷക സംഘടനകളൊക്കെ ഇതേ വിഷയത്തിൽ സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ CBI അന്വേഷണമല്ല ആവശ്യം. അതിനേക്കാൾ അഭികാമ്യമാവുന്നത് ജുഡീഷ്യൽ അന്വേഷണം ആണ് എന്നതാണ് കെ സുധാകരൻ KPCC പ്രസിഡന്റ് നിലപാട്. CBIയെ ഒരുപക്ഷെ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു നിലപാടെടുത്തത് എന്ന് അദ്ദേഹം പറയുന്നു. SFI ഒരിക്കലും നന്നാവാത്ത സംഘടന എന്നടക്കമുള്ള വിവാദ പരാമർശങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. അവരെ പറ്റിയ കർശനമായ നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒരു മോഡൽ കാണിക്കാനെങ്കിലും അവർക്ക് സാധിക്കില്ല. കാരണം പഠിച്ചതേ പാടൂ. അവർ പഠിച്ചത് ഇതാണ്, അതേ അവർക്ക് പാടാൻ സാധിക്കൂ. അവരിൽ നിന്ന് വേറെ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ആ കേസ് അത് ഞങ്ങളെ പ്രഷർ ചെയ്തിട്ടല്ലേ, അവിടെ ഞങ്ങൾ സമരം തുറന്നിട്ടല്ലേ, അവിടെ ഭീകരമായ സമരം നടന്നില്ലേ, ആ സമരത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയതല്ലേ CBIക്ക് കൊടുക്കാൻ. സത്യത്തിൽ CBIക്കാളേറെ എഫക്റ്റീവ് നമ്മളൊരു ജുഡീഷ്യൽ എൻക്വയറി ആയിരുന്നു, അതായിരുന്നു വേണ്ടിയിരുന്നത്. കാരണം CBI സ്വാധീനിക്കപ്പെടാൻ സാധ്യത ഫോഴ്സാണ്. സുധാകരന്റെ ആ വാക്കുകൾ ഒരുപക്ഷെ ഇനി വരുന്ന മണിക്കൂറുകൾ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്നത് പ്രതിപക്ഷത്തിന്റെ പൊതു നിലപാടാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് തന്നെ സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാവുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിച്ചത്. പക്ഷേ അതിനുശേഷം പ്രതിപക്ഷത്തു നിന്നും KPCC പ്രസിഡന്റ് ഇത്തരമൊരു നിലപാടെടുത്താൽ അതൊരു വലിയ ആശയക്കുഴപ്പമായി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും ഉറപ്പാണ്. മറ്റൊരു പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതകളുടെ പ്രാതിനിധ്യം കോൺഗ്രസിന്റെ പട്ടികയിൽ കുറഞ്ഞുപോയി എന്ന ആക്ഷേപം നേരത്തെ തന്നെ കേൾക്കുന്നുണ്ട്. ഈ ആക്ഷേപത്തിൽ ഇന്നലെ ചില വിമർശനങ്ങളും പരസ്യമായി തന്നെ ഉന്നയിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇക്കാര്യം എന്തായാലും പ്രതിപക്ഷ നേതാവ് അംഗീകരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് പ്രാതിനിധ്യം കുറഞ്ഞുപോയി കോൺഗ്രസിന്റെ പട്ടികയിൽ. അതൊരു വീഴ്ചയായി തന്നെ അദ്ദേഹം അംഗീകരിക്കുന്നു. സിറ്റിംഗ് എംപിമാർക്ക് സീറ്റ് നൽകേണ്ടി വന്നതുകൊണ്ടാണ് അത്തരമൊരു അവസ്ഥയുണ്ടായത് എന്നത് VD സതീശൻ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അല്ല, ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വനിതകൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സിറ്റിംഗ് MPമാരൊക്കെ മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ അത് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് തെറ്റൊന്നുമില്ല, പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കൂടുതൽ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കണമായിരുന്നു, കൊടുക്കാൻ പറ്റിയില്ല. പ്രായോഗികമായി സോഷ്യൽ ബാലൻസും എല്ലാം നോക്കി വന്നപ്പോൾ ഞങ്ങളെ കൊണ്ട് അത് സാധിച്ചില്ല. അതിലൊരു കുറ്റബോധം ഞങ്ങൾക്കുണ്ട്. ഈ പരാതി വനിതകൾക്ക് പ്രാതിനിധ്യം കുറഞ്ഞുപോയി എന്ന പരാതി ഉന്നയിച്ചത് AICC വക്താവ് കൂടിയായ ഷമാ മുഹമ്മദാണ്. അവർ കണ്ണൂരിൽ നിന്നുള്ള നേതാവ് കൂടിയാണ്. പക്ഷേ ഷമാ മുഹമ്മദിനെ കെ സുധാകരൻ തള്ളുകയാണ്. ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ലെന്നാണ് സുധാകരൻ പറയുന്നത്. വിമർശനത്തെക്കുറിച്ച് അവരോട് ചോദിച്ചാൽ മതിയെന്നും സുധാകരൻ പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ സുധാകരന്റെ പ്രസ്താവന വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ആ സുധാകരന്റെ വാക്കുകളൊന്ന് കേൾക്കാം. അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി, അവരൊന്നും പാർട്ടിയിൽ ആരുമല്ല. ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ല എന്ന വിവാദ പരാമർശമാണ് കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ പട്ടികയിൽ വനിതകൾക്ക് പ്രാതിനിധ്യം കുറഞ്ഞു പോയത് വലിയ വിമർശനമായി ഉയർന്നു വരും എന്നത് ഉറപ്പാണ്. കാരണം നിലവിൽ ആലത്തൂരിൽ മാത്രമാണ് ഒരു വനിത മത്സരിക്കുന്നത്. നേരത്തെ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ എന്ന മറ്റൊരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അവിടെ KC വേണുഗോപാൽ മത്സരിക്കാനെത്തുമ്പോൾ വനിതാ പ്രാതിനിധ്യം 1 മാത്രം കുറഞ്ഞു പോകുന്നു എന്ന വലിയ വിമർശനം കോൺഗ്രസ് പൊതുവിൽ നേരിടുന്നുണ്ട്. തൽക്കാലം തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഉണ്ടാകുന്ന വിമർശനങ്ങളെ നേരിടാൻ കോൺഗ്രസ് ഒരു വീഴ്ചയായി അംഗീകരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടെങ്കിൽ, പക്ഷേ അത് തള്ളുകയാണ് കെ സുധാകരൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഷമാ മുഹമ്മദാണ് വിമർശനം ഉന്നയിച്ചത്. പക്ഷേ ആ വിമർശനം തള്ളിക്കൊണ്ട് ഷമാ കോൺഗ്രസിലെ ആരുമല്ല എന്ന നിലപാടാണ് സ്വാഭാവികമായും എത്തിയിരിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ ഷമാ മുഹമ്മദിൻ്റെ പ്രതികരണം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ വിമത യോഗം ഉള്ളൂർ ബ്ലോക്ക് കമ്മിറ്റി കേന്ദ്രീകരിച്ചാണ് വിമത യോഗം ചേർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബ്ലോക്കിലെ
DCC അംഗങ്ങൾ, മണ്ഡലം ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ്, കർഷക കോൺഗ്രസ്, പ്രവാസി കോൺഗ്രസ്, സേവാദൾ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കും എന്നും യഥാർത്ഥ കമ്മിറ്റി തങ്ങളാണെന്നുമാണ് യോഗത്തിൽ പങ്കെടുത്തവർ അവകാശപ്പെടുന്നത്. DCC അംഗം ചേന്തി അനിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്തയാണ്. അത് വരുന്നത് ഇടുക്കിയിൽ നിന്നാണ്. ഇടുക്കി കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും മുത്തച്ഛൻ വിജയനെയും കൊലപ്പെടുത്തിയ ചുറ്റിക കണ്ടെടുത്തു. പ്രതിയെ കട്ടപ്പനയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യയും മകനും ഉൾപ്പെടെ 3 പേരാണ് പ്രതികൾ. നിധീഷ്, വിജയന്റെ ഭാര്യ സുമ, മകൻ വിഷ്ണു എന്നിവരാണ് പ്രതിസ്ഥാനത്തുള്ളത്. നവജാത ശിശുവിനെ കൊന്ന കേസിൽ വിജയൻ, നിധീഷ്, മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ. നിധീഷും വിജയനും കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. രഹസ്യബന്ധത്തിലുണ്ടായ കുഞ്ഞാണെന്ന് പുറത്തറിഞ്ഞ സാഹചര്യത്തിലാണ് കൊലപാതകമെന്നാണ് FIR-ൽ പറയുന്നത്. മാർച്ച് 2 നടന്ന ഒരു മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയത്. തുടർന്ന് പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അസ്വാഭാവിക മനസ്സിലാക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് അമ്മയെയും സഹോദരിയെയും കണ്ടെത്തി. ഇവർ ഇവിടെ താമസിക്കുന്ന വിവരം നാട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു. ഈ വീട് വാടകയ്ക്കെടുക്കുന്ന സമയത്ത് വിഷ്ണുവിന്റെ പിതാവ് വിജയനും ഒപ്പം സഹോദരി പുത്രൻ എന്ന് പരിചയപ്പെടുത്തി നിതീഷുമാണ് എത്തിയിരുന്നതെന്ന് അയൽവാസി പറയുന്നു. അവർ 3 പേരാണ്. വിജയൻ എന്ന് പറയുന്ന ആളും ഈ ഇപ്പൊ ഇതിലെ വന്നേക്കുന്ന പ്രതിയും മെഡിക്കൽ കോളേജിൽ കിടക്കുന്നുണ്ട്. അവർ 3 പേരാണ് വന്നത്. വിജയന്റെ അന്ന് ഇവിടെ താമസിക്കുന്നത് അവിടെ കട്ടപ്പനയിലാണ് താമസിക്കുന്നത്. അവിടെ സൗകര്യമുള്ള ഒരു വീട് നോക്കി വന്നതാണ്. അവര് വീട് വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, അതായത് തന്നെ. എന്നാലും പിന്നെ അയൽവക്കക്കാരുമായിട്ടൊന്നും അങ്ങനെ വലിയ ബന്ധമുള്ളവരുന്നു ഒന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഒരു സഹോദരി ഉണ്ട്, അത് ഇവിടെ പുറത്ത് കാനഡ ബാങ്കിലോ ഇവിടെ അങ്ങോട്ട് ജോലിയാണ്. ഇവര് 3 പേര് അന്നും പറ്റി. തള്ളയുള്ള അവരൊന്നും വന്നിരുന്നില്ല. തള്ളയുണ്ട്, പെങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ഇവിടെ തുടർച്ചയായി പൂജാകർമ്മങ്ങൾ അടക്കം നടത്തിയതായെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും പറയുന്നു. 2 പേര് ആണുങ്ങൾ അവിടെ വന്ന് വീട് വാടകയ്ക്കെടുത്തെന്നാണ് അതിന്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരുന്നത് 8 മാസത്തിന് മുന്നേ. പിന്നീട് അവരെക്കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെയും കണ്ടിട്ടില്ല. അവരെക്കുറിച്ച് ഒരു വിവരം അറിയത്തില്ലായിരുന്നു. ഈ മോഷണമായിട്ട് സംബന്ധിച്ചാണ് ആൾക്കാർ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു താമസക്കാരോട് ഉണ്ടായിരുന്നു നമുക്ക് അറിയിട്ടിട്ടുള്ളത്. 9 മാസങ്ങൾക്ക് മുൻപാണ് വിഷ്ണുവിന്റെ പിതാവ് വിജയനെ ഇവർ കൊലപ്പെടുത്തിയത്. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഈ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ കുഴിച്ചിടുകയായിരുന്നു. ഈ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 2016 കേസിനാസ്പദമായ മറ്റൊരു സംഭവം കൂടി നടക്കുന്നത്. 4 ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ ഇവർ കടിച്ചിരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. നിതീഷാണ് അന്ന് കൊലപാതകം നടത്തിയത്. വിജയന്റെ 9 മാസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട വിജയന്റെ സാന്നിധ്യത്തിലായിരുന്നു, വിജയന്റെ സഹായത്തോടെയായിരുന്നു അന്ന് കൊലപാതകം നടന്നത്. എന്തായാലും തുടർച്ചയായി ഇവിടെ അവിചാരമടക്കമുള്ള ക്രിയകൾ നടന്നിരുന്നതായാണ് സൂചനകളാണ് ഇപ്പോൾ പോലീസ് ലഭിക്കുന്നത്. എന്തായാലും വിജയന്റെ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വീടിനുള്ളിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഈ മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. ഒപ്പം ശിശുവിന്റെ ഇത് മുൻപ് 2014 കൊലപ്പെടുത്തിയ ശിശുവിന്റെ മൃതദേഹം ഇവർ താമസിക്കുന്ന വീട്ടിലാണ് ഈ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത്. അതും നടത്തുന്ന നടപടികൾ അടുത്ത ദിവസം തന്നെ പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഞെട്ടിച്ച കൊലപാതകമാണ് കട്ടപ്പനയിൽ നടക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ കൂടി നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം കൂടുതൽ ദുരൂഹതകൾ പുറത്തു വരേണ്ടതുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ വനമന്ത്രിമാർ പ്രത്യേക യോഗം ചേരുകയാണ്. കേരള, കർണാടക, തമിഴ്നാട് വനമന്ത്രിമാരാണ് കർണാടകയിലെ ബന്ദിപ്പൂരിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലെ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് സാഹചര്യം. ജിൻസ് തോട്ടുകര നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിൻസ്, വളരെ പ്രധാനപ്പെട്ട യോഗമാണ്. കേരളത്തെ സംബന്ധിച്ചാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. നമുക്കറിയാവുന്നതാണ് കേരളത്തിൽ മനുഷ്യരും വന്യജീവികളും നടക്കുന്ന തുടർച്ചയായ സംഘർഷങ്ങൾ. ഇത് എങ്ങനെ ലഘൂകരിക്കുമെന്നതാണ് ഈ ആലോചനയിൽ അജണ്ടയായി വരുന്നത്. 3 സംസ്ഥാനങ്ങളും ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ആലോചന എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനങ്ങളുടെ പരസ്പര സഹായവും ഒക്കെ അതിൽ വിഷയം ആകുമായിരിക്കും, അല്ലേ ജിൻസ്? തീർച്ചയായും സഞ്ജിത്ത്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് 3 സംസ്ഥാനങ്ങളുടെയും സംയുക്ത യോഗം ഇന്ന് ബന്ദിപ്പൂരിൽ നടക്കുന്നത്. കർണാടക മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഈ യോഗം ചേരുന്നത്. ഇന്ന് 12:30യോടെയാണ് ഈ യോഗം ആരംഭിച്ചത്. ഇതിൽ കർണാടക, തമിഴ്നാട്, കേരള സംസ്ഥാനങ്ങളിലെ വനം വകുപ്പ് മന്ത്രിമാർ പങ്കെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും ഈ തമിഴ്നാട്ടിലെ വനം വകുപ്പ് മന്ത്രി അസൗകര്യം കാരണം യോഗത്തിൽ എത്തിയിട്ടില്ല. പക്ഷേ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്.
കർണാടക വനം വകുപ്പ് മന്ത്രി ഈശ്വർ, അതുപോലെ തന്നെ കേരള വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിലവിൽ ഈ യോഗം പുരോഗമിക്കുന്നത്. ഓരോ സംസ്ഥാനത്തിന്റെയും പ്രസന്റേഷൻ ഇപ്പോൾ അവതരണമാണ് നടക്കുന്നത്. ഓരോ സംസ്ഥാനവും അവിടുത്തെ വന്യജീവി ആക്രമണവും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയാണ് നിലവിൽ ചെയ്യുന്നത്. കേരളത്തിലെയും അതുപോലെ തന്നെ കർണാടകയിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും നഷ്ടപരിഹാരത്തിനും ഈ പരിസ്ഥിതി സംരക്ഷണത്തിനും കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ ഫണ്ട് ലഭ്യമാക്കാനുള്ള വഴികളായിരിക്കും ഇതിൽ ചർച്ചയാവുക. അതുപോലെ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നടപടികളും ഈ യോഗത്തിൽ ആലോചിക്കും. ഇതിനാണ് 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ഒന്നിക്കുന്നത്. തമിഴ്നാട്, കർണാടക അതിർത്തി പങ്കിടുന്ന വയനാടൻ കാടുകളോട് ചേർന്നാണ് ഏറ്റവും കൂടുതൽ മനുഷ്യ വന്യജീവി സംഘർഷം ഈ അടുത്ത കാലത്തായി കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് കർണാടകയിൽ നിന്നും ഇത്തരത്തിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച 2 ആനകൾ എത്തുകയും ഇതിൽ ഒരാന മനുഷ്യനെ കൊല്ലുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം അടുത്തിടെയായി വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. ഇത്തരത്തിൽ തമിഴ്നാട്ടിലും കർണാടകയിലും കടുത്ത വരൾച്ച നേരിടുന്നതിന്റെ തുടർന്നാണ് ഈ സാഹചര്യത്തിലാണ് പെട്ടെന്നുള്ള ഒരു അടിയന്തരമായിട്ടുള്ള യോഗം കൂടി ചേർന്നത്. ഈ അടുത്ത ജൂൺ വരെ ഇത്തരത്തിൽ വന്യജീവികൾ കേരളത്തിലേക്ക് സഞ്ചാരപാതയായിരിക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ മാസങ്ങളിൽ പഴുതടച്ച സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ 3 മന്ത്രിമാർ ഈ യോഗം ചേരാൻ വിളിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വയനാട്ടിൽ കൂടുതൽ ദ്രുതകർമ്മ സേനയ്ക്കും രൂപം കൊടുത്തിട്ടുണ്ട്. ജനകീയ സമിതി രൂപീകരിക്കാനും കേരളം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ പ്രധാനമായും ഇന്ന് നഷ്ടപരിഹാരവും അതുപോലെ തന്നെ ഊർജിത ഈ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ലഘൂകരിക്കുന്നുള്ള നടപടിയുമാണ് നിലവിൽ ചർച്ച ചെയ്യുന്നത്. ശരി, അതാണ് ജിൻസ് സൂചിപ്പിച്ചത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട യോഗമാണ്. കാരണം സംസ്ഥാനത്തിന്റെ മറ്റു ഇടങ്ങളെക്കാൾ പ്രത്യേകത ഉള്ള ഇടമാണ് വയനാട്. വയനാട്ടിൽ 3 സംസ്ഥാനങ്ങളുടെയും വനമേഖലകൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റു സംസ്ഥാനങ്ങളുടെയും കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും പൊതു സാഹചര്യങ്ങൾ കൂടി നമ്മളെ ബാധിക്കും. അതുകൊണ്ട് 3 സംസ്ഥാനങ്ങളും ചേർന്നുള്ള ഈ ആലോചനാ യോഗങ്ങൾ ഏറെ ഗുണപ്പെടട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ കേരള സർവകലാശാല കലോത്സവത്തിനിടെ സംഘർഷം. SFI പ്രവർത്തകർ മർദ്ദിച്ചെന്ന് ആരോപണമുന്നയിച്ചത് KSU പ്രവർത്തകരാണ്. സെനറ്റ് ഹാളിൽ SFI KSU പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ സംഘർഷഭരിതമായ രംഗങ്ങളാണ് ഉണ്ടായത്. കലോത്സവ വേദിയിലേക്ക് പ്രതിഷേധവുമായി KSU പ്രവർത്തകർ എത്തുകയായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ തിരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്നു എന്നതായിരുന്നു പരാതി. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അവർ കലോത്സവത്തിന്റെ ഭാഗമായി എത്തിയപ്പോൾ അവരെ തിരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്നു എന്ന പരാതി ഉന്നയിച്ചായിരുന്നു കലോത്സവ വേദിക്ക് മുന്നിൽ പ്രതിഷേധം. വിഷയത്തിൽ പോലീസ് ഇടപെട്ടു. ഇരു കൂട്ടരെയും അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നീട് KSU പ്രവർത്തകരെ വേദിക്ക് പുറത്തേക്ക് കൊണ്ടുപോയി. വേദിക്ക് പുറത്ത് അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. കൊണ്ടുപോയി പോലീസിന്റെ കൺമുന്നിലിട്ടിട്ട് ഇതൊക്കെ നടന്നു. പോലീസുകാരെ വിട്ടുകൊടുത്ത അവർക്ക് തല്ലാൻ വേണ്ടി. എന്നിട്ട് ഇവിടെ ഞങ്ങൾ അവഹേളിക്കുന്ന രീതിയിൽ പാട്ട് വെച്ചപ്പോ അത് നിർത്താൻ പോലും കാണിച്ചാലുണ്ടല്ലോ സിദ്ധാർത്ഥയുടെ ഒറ്റ പോലും മരിക്കത്തില്ലായിരുന്നു. മനഃപൂർവ്വം പിടിച്ചുകൊണ്ട് അടിക്കാൻ പോയപ്പോ പോലീസ് വെറും നോക്കുകുത്തിയാടുന്ന പോലീസ് ഒരു നടപടി പോലും എടുത്തിട്ടില്ല. പിന്നീട് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു മാറ്റി. SFI KSU വ്യത്യാസമില്ലാതെ ആര് അക്രമം കാണിച്ചാലും നടപടി ഉണ്ടാകുമെന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്.
ഇല്ല, നമ്മളിപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ മൊഴിയെടുക്കാൻ വേണ്ടി ആൾക്കാരെ വിട്ടിട്ടുണ്ട്. എന്താണ് കൃത്യമായ സംഭവം, അതിന് കൃത്യമായിട്ടുള്ള നടപടി കൃത്യമായിട്ട് മോൻ നോക്കാൻ കൃത്യമായിട്ട് നടപടി എടുക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ മാക്സിമം പോലീസിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന രീതിയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അറസ്റ്റിനിടയിലും നാടകീയ രംഗങ്ങളുണ്ടായി. KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ SFI പ്രവർത്തകർ ഹാളിനുള്ളിൽ നൃത്തം ചെയ്തു. സന്തോഷ് മണക്കാടിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. KSU പ്രവർത്തകരെ തെരഞ്ഞെടുത്ത് വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നതാണ് ആരോപണം. M. വിൻസെന്റ് MLAയും ഈ ആരോപണം ശക്തമായി ഉന്നയിക്കും. മനുഷ്യ മനസാക്ഷിയുടെ ചോരയോട്ടം നിലയ്ക്കുന്ന കൊലപാതകമാണ് സിദ്ധാർത്ഥിന് നേരെ SFI നടത്തിയത്. അതിനുശേഷം ഇന്ന് കേരള സർവകലാശാലയിൽ നടക്കുന്ന യുവജനോത്സവത്തിന്റെ ഭാഗമായി അവിടെ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ പോയ KSUവിന് യൂണിയനുള്ള എല്ലാ കോളേജിലെയും വിദ്യാർത്ഥികളെ മൃഗീയമായിട്ടാണ് SFI വേട്ടയാടിയിട്ടുള്ളത്. ഇന്നലെ അർദ്ധരാത്രി 1:30 സെന്റ് സേവിയേഴ്സ് കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റിനെ ആക്രമിച്ചു തുടങ്ങിയവർ ലോ കോളേജിലെ വിദ്യാർത്ഥികളെ, നെടുമങ്ങാട് കോളേജിലെ വിദ്യാർത്ഥികളെ, അതുപോലെ തന്നെ ഇക്ബാൽ കോളേജിലെ വിദ്യാർത്ഥികളെ, AJ കോളേജിലെ വിദ്യാർത്ഥികളെ, എല്ലാവരെയും, മാറിവൻസ് കോളേജിലെ വിദ്യാർത്ഥികളെ, SFIക്ക് യൂണിയൻ നഷ്ടമായിട്ടുള്ള എല്ലാ കോളേജിലെയും വിദ്യാർത്ഥികളെ, മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള എല്ലാവരെയും അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാവരെയും ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, പരിക്കേറ്റ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്ന കാഴ്ചയാണ്. പെൺകുട്ടികൾ അടക്കമുള്ള ആളുകളെ SFIക്കാർ പോലീസുകാരുടെ മുന്നിലിട്ടാണ് തല്ലിച്ചതച്ചിട്ടുള്ളത്. നമ്മളിനി പോകുന്നത് കേരളത്തിന്റെ മറ്റൊരു ഗോധയിലേക്കാണ്, തെരഞ്ഞെടുപ്പ് ഗോധയിലേക്കാണ്. സ്ഥാനാർത്ഥികളെല്ലാവരും കളം നിറഞ്ഞു, തെരഞ്ഞെടുപ്പ് അംഗത്തിന് കളമൊരുക്കി. സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇത്തവണ ആലപ്പുഴ. കാരണം KC വേണുഗോപാലിന്റെ കടന്നുവരവാണ് അത്തരമൊരു ചിത്രം ഒരുക്കുന്നത്. 3 മുന്നണി സ്ഥാനാർത്ഥികളും പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. KC വേണുഗോപാൽ കൂടി എത്തിയതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണവും വാദപ്രതിവാദങ്ങളും ശക്തമായി തന്നെ നടക്കും. ഇടതുമുന്നണിയിൽ നിന്നും സിറ്റിംഗ് MP AM ആരിഫ് തന്നെയാണ് മത്സരരംഗത്തുള്ളത്. മുമ്പ് 2 തവണ ആലപ്പുഴയിൽ നിന്ന് വിജയിച്ച KC വേണുഗോപാൽ കൂടി കളത്തിലെത്തിയതോടെ ശക്തമായ മത്സരമാണ് ഉണ്ടാവുന്നത്. മാത്രമല്ല BJPയിൽ നിന്നും ഇത്തവണ ശോഭ സുരേന്ദ്രൻ തന്നെ കളത്തിൽ വരുമ്പോൾ ആലപ്പുഴ അങ്ങേയറ്റം വീറുട്ട പോരാട്ടത്തിനാവും കളമൊരുക്കുക. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചിത്രം വ്യക്തമായതോടുകൂടി വലിയ ആവേശത്തിലേക്ക്, തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മറ്റെല്ലായിടങ്ങളിലെയും പോലെ ആലപ്പുഴയിൽ നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് UDF സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിലാണ്. AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ ഇവിടെ ഇന്ന് പ്രചരണം ആരംഭിക്കുകയാണ്. അത്തരത്തിൽ ഒരു വശത്ത് UDFന്റെ വലിയ ആവേശകരമായ റോഡ് ഷോ അടക്കമുള്ള പ്രവർത്തന പരിപാടികളുമായി, തിരഞ്ഞെടുപ്പ് പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ആദ്യഘട്ട പ്രചരണം LDF പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വളരെ നേരത്തെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് MP AM ആരിഫിനെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ടിറങ്ങിയ LDF വലിയ തോതിൽ അവരുടെ പ്രചരണവുമായി മുന്നോട്ട് പോവുകയും പ്രചരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. മാവേലിക്കര മണ്ഡലത്തിലും അത്തരത്തിൽ ഒരു പുതുമുഖത്തെ ഇറക്കിക്കൊണ്ട്, അരുൺകുമാറിനെ പോലെയുള്ള ഒരു പുതുമുഖത്തെ ഇറക്കിക്കൊണ്ട് LDF ഇത്തവണ അത്തരത്തിൽ വോട്ട് പിടിക്കാനും ആ സീറ്റ് പിടിക്കാനുമായുള്ള പരിശ്രമം നടത്തുമ്പോൾ മറിച്ച് സിറ്റിംഗ് MP ആയ അവിടെ തുടർച്ചയായി വിജയിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി ഉള്ളത്. ഒപ്പം BDJSന്റെ ബൈജു കലാശാലയാണ് മാവേലിക്കരയിൽ NDA സ്ഥാനാർത്ഥിയായി ഉള്ളത്. ആലപ്പുഴ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇടത് വലത് മുന്നണികൾക്ക് മുൻതൂക്കമുണ്ട്, അല്ലെങ്കിൽ വിജയം മാറി മാറി വിജയം വരുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. ആ മാറ്റം തുടർച്ചയായ വിജയത്തിലേക്ക് എത്തിച്ചത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ കഴിഞ്ഞ തവണ വിട്ടുനിന്നെങ്കിലും ഇത്തവണ തിരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു. അത് ഒരു ആവേശം UDF പ്രവർത്തകരിൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അതേസമയം സിറ്റിംഗ് MP എന്ന നിലയിൽ കഴിഞ്ഞ തവണയും വലതു തരംഗം ആഞ്ഞു വീശിയപ്പോൾ ആലപ്പുഴ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് AM ആരിഫ് രംഗത്തിറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ടേമിൽ, അതായത് കഴിഞ്ഞ NDAക്ക് നിലം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ. 1,87,000 വോട്ടാണ് കഴിഞ്ഞ തവണ KS രാധാകൃഷ്ണനിലൂടെ NDA നേടിയത്. എന്നാൽ ആ 1,87,000 വോട്ടിനേക്കാൾ വോട്ട് നില ഉയർത്താനാകുമെന്ന പ്രതീക്ഷയിൽ ശോഭ സുരേന്ദ്രനെ ഇറക്കി ഈ തട്ടകത്തിൽ BJP അവരുടെ സ്ഥാനം ഉറപ്പിക്കാനായി ശ്രമിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ വലിയ ആവേശകരമായ മത്സരമാണ് നടക്കുന്നത്.
എന്തായാലും ഇന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായി KC വേണുഗോപാൽ കൂടി എത്തിയതോടെ തിരഞ്ഞെടുപ്പ് കളം വലിയ ഒരു ആവേശത്തിലേക്ക് നീങ്ങിയിരിക്കുന്നതാണ്. കടുത്ത മത്സരത്തിന്റെ ദിനങ്ങളായിരിക്കും, കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ദിനങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ ആലപ്പുഴയിൽ ഉണ്ടാകുക. എന്തായാലും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തേക്ക് എത്തിയതോടുകൂടി ആലപ്പുഴ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായി മാറുകയാണ്. ഇപ്പോൾ എന്ന വേനൽച്ചൂടിലും ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് കളം വലിയ ആവേശത്തിലാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ തീപാറുന്ന പോരാട്ടമായിരിക്കും നടക്കുക. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യ സൂചിപ്പിച്ച പോലെ തീപാറുന്ന പോരാട്ടം തന്നെ ആലപ്പുഴയിൽ നിന്നും പ്രതീക്ഷിക്കാം. കാരണം അത്ര കരുത്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ആലപ്പുഴയിൽ കളത്തിൽ ഇറങ്ങുന്നത്. തൃശൂരിൽ BJP പ്രവർത്തകരോട് ശോഭിച്ച സംഭവത്തിൽ വിശദീകരണവുമായി സുരേഷ് ഗോപി രംഗത്തെത്തി. പ്രവർത്തകരെ ശാസിക്കാനുള്ള അവകാശം തനിക്കുണ്ട്, അതിനിയും ആ നിലപാട് തുടരും. എത്രത്തോളം അവഗണിക്കുന്നുവോ അത്രത്തോളം ഉയർത്തെഴുന്നേൽക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കുപ്രചരണങ്ങളിൽ താൻ തളരില്ല. തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് പറഞ്ഞത് പ്രവർത്തകരെ പേടിപ്പിക്കാനുള്ള മാർഗം മാത്രമാണെന്നും സുരേഷ് ഗോപി വിശദീകരിക്കുന്നു. ആദിവാസി ഊരിലെ ജനങ്ങളെ വോട്ടർ പട്ടികയിൽ ചേർക്കാത്തതാണ് സുരേഷ് ഗോപിയെ പ്രകോപിതനാക്കിയത്. ആദിവാസികൾ വന്ന് എൻ്റെ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് പറയുന്നു, ഞങ്ങളുടെ വോട്ടുകൾ ചേർത്തിട്ടില്ല, 18 വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് വോട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ അണികളെ ഞാൻ വഴക്ക് പറയും, അതിനുള്ള അവകാശം എനിക്കുണ്ട്. അതാണ് കേപ്പബിലിറ്റി. നാളെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് ഇതുപോലെ ഞാൻ അവിടെ പോയി കുടിയാണ്ട് കിടക്കാനൊക്കത്തില്ല. അപ്പോൾ ഈ പ്രവർത്തകർ വേണം അങ്ങനെയുള്ള വിഷയങ്ങൾ എത്തിക്കാൻ. ഇവരെത്തിച്ചില്ല, ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അന്നും ഇതുപോലെ വഴക്ക് പറയും. അതിൻ്റെ സൂചനയാണ് നൽകിയത്. അതിനുള്ള അധികാരം എനിക്കുണ്ട്. ഞാൻ എൻ്റെ പാർട്ടി വർക്കേഴ്സിനെയാണ്, അവരെ തലോടാനും അവരെ വഴക്ക് പറയാനുമുള്ള അവകാശം എനിക്കുണ്ട്. അത് ചില ഉദ്ദേശത്തോടെ അത് ആവശ്യമില്ല. ആളുണ്ടായിരുന്നല്ലോ എന്ന് കണ്ടില്ലേ അല്ലേ? വെറുതെ പറഞ്ഞല്ല, അതൊക്കെ അവരെ പേടിപ്പിക്കുന്നതിൻ്റെ ഒരു മാർഗം തന്നെയാണ്. അങ്ങനെയാണ് അവർ ചെയ്യാനുള്ള ജോലി അവർ ചെയ്യണം. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജോലി ചെയ്യാനൊക്കത്തില്ല. നാളെ ജയിച്ചു കഴിഞ്ഞാലും പാർട്ടിയുടെ അണികളാണ് ഓരോ ഗ്രാസ് റൂട്ടിലും പോയി എന്താണ് വിഷയങ്ങൾ എന്നുള്ളത് എൻ്റെ അടുത്ത് എത്തിക്കേണ്ടത്. അതല്ലേ ഞാൻ പിന്നെ ആക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ് അവിടെ കണ്ടത്, അത്രയേ ഉള്ളൂ. പ്രചരിപ്പിച്ചത് ജനങ്ങൾ മനസ്സിലാക്കിക്കോളും. കാരണം അവിടെ അവരുടെ കൂടെ കാപ്പ് പിടിച്ചത് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള വീഡിയോ ഞാൻ ഇന്ന് ഇടും. ഇട്ടിട്ട് ഞാൻ അത് ചെയ്ത ആൾക്കാർക്ക് ഒരു ലേബൽ കൊടുക്കും. അതുകൂടെ സഹിച്ചുകൊണ്ടാണ് മതി. ഈ വക്രം കൊണ്ടൊന്നും ജനങ്ങളെ ഇനി കബളിപ്പിക്കാനൊക്കത്തില്ല. നിങ്ങൾ മോദി എന്ന് പറഞ്ഞ മനുഷ്യനെ എന്തെല്ലാം പറഞ്ഞു, ലോകത്തിൻ്റെ നെറുകയിൽ കൊണ്ടുചെന്ന് ഭാരതത്തെ നാട്ടിയ അത് തന്നെ നിങ്ങൾ എത്രത്തോളം അവഹേളിക്കുമോ അത്രത്തോളം ഞങ്ങൾ ഉയർക്കും. സിനിമ സ്റ്റൈൽ തന്നെയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ. നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് എപ്പോഴും ഉയരാറുള്ളതാണ് ജാതിക്കാട് ആരോപണങ്ങൾ. ഇത്തവണ അത് ആദ്യം ഉയരുന്ന ഒരു മണ്ഡലം, ഒരു അപ്രതീക്ഷിത മണ്ഡലത്തിൽ നിന്നാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ് ആരോപണം ഉന്നയിച്ചത് UDF സ്ഥാനാർത്ഥിയാണ്. നമുക്കതിൻ്റെ വിശദാംശം പരിശോധിക്കുമ്പോൾ വർക്കലയിൽ ഈഴവൻ എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന LDF സ്ഥാനാർത്ഥി വി ജോയ് കാട്ടക്കടയിലെത്തുമ്പോൾ CSIക്കാരനാകുന്നു എന്ന ആരോപണവുമായി ആറ്റിങ്ങലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. താൻ ഈഴവനാണെന്ന് പറയുന്നതിൽ അഭിമാനം മാത്രമാണ് തനിക്കുള്ളതെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മണ്ഡലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. UDF സ്ഥാനാർത്ഥി കൂടിയായ സിറ്റിംഗ് MP അടൂർ പ്രകാശ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. ശ്രീ അടൂർ പ്രകാശ്, ഒരു ശക്തമായ ത്രികോണ മത്സരം ആറ്റിങ്ങലിൽ നടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സിറ്റിംഗ് MP കൂടിയാണ് താങ്കൾ. എങ്ങനെയായിരിക്കും ഇത്തവണത്തെ പോരാട്ടം? ശക്തമായ പോരാട്ടം എന്ന് ഇപ്പം നിങ്ങൾ പറയുമ്പോൾ എല്ലാ പ്രാവശ്യവും അത് തന്നെ ഉണ്ടാകുന്നത്. വി ജോയി ഈ സാമുദായികമായി പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ കേന്ദ്രീകരിച്ചുകൊണ്ടടക്കം ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത്. അതിൽ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന അദ്ദേഹം ഏത് സമുദായത്തിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിലടക്കം ആശയക്കുഴപ്പമുണ്ട് എന്ന വാർത്തകളും ഇതിലെന്താണ് വാർത്ത? വാസ്തവത്തിൽ ഞാനും എല്ലാ മേഖലകളിലും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോൾ അരുവിക്കര, അതുപോലെ തന്നെ കാട്ടാക്കട, ഈ മേഖലകളിൽ ചെല്ലുന്ന അവസരങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി CSI വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നാണ് പ്രചരണം. അതിന് നേതൃത്വം കൊടുക്കുന്ന അരുവിക്കരയുടെ
MLA-യുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നോട് ചോദിച്ചാൽ ഞാൻ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ഒരാളാണ്. ഇപ്പോ ഓരോ പ്രദേശത്തിനും വേണ്ടി ഓരോ സമുദായം മാറ്റി പറയില്ല. ഓരോ പ്രദേശത്തിനും വേണ്ടി ഞാനത് സൂചിപ്പിക്കാൻ കാരണം വർക്കലയിൽ വരുന്നുണ്ട ഈഴവനാണ്, ചിറയൻകീഴ് വരുന്നുണ്ട ഈഴവനാണ്, അത് അരുവിക്കര പോകുന്നുണ്ട് ഞാൻ CSI ആണ്, കാട്ടാക്കട പോകുന്നുണ്ട് CSI ആണ്. ഇങ്ങനെയൊക്കെയുള്ള കള്ളപ്രചരണങ്ങൾ കൊടുക്കുമ്പോൾ അത് എത്രമാത്രം യോജിച്ചതാണ്, അവരുടെ അന്തസ്സിന് യോജിച്ചതാണോ എന്ന് പരിശോധിക്കേണ്ടത് അവർ തന്നെയാണ്. ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ ഒരിക്കലും വില പോകില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്തായാലും എല്ലാ വിജയാശംസകളും. ഓക്കെ, ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. അടൂർ പ്രകാശിന്റെ ഈ ആരോപണത്തിന് അതേ നാണയത്തിൽ തന്നെ വി ജോയിയുടെ മറുപടിയുണ്ട്. ജാതിക്കാട് ഇറക്കുന്നത് UDF സ്ഥാനാർത്ഥിയാണ്. തോൽവി ഭയന്നിട്ടാണ് ഇപ്പോൾ തന്നെ അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കുന്നു എന്നതാണ് ഇടതു സ്ഥാനാർത്ഥി നൽകുന്ന തിരിച്ചടി. ആറ്റിങ്ങലിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയാണ് നമുക്കിപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് മണ്ഡലം കൺവെൻഷൻ കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഈ ഘട്ടത്തിൽ ഒരു വിജയ പ്രതീക്ഷ? എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നു? സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ നന്നായിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്തുകയാണ്. ഇപ്പോൾ ഒരു 2 റൗണ്ട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ പൂർത്തീകരിച്ചു. വ്യക്തികളെ കണ്ടു, കവലകളിലേക്ക് പോയി ആളുകളെ കണ്ടു, അതെല്ലാം നടത്തി. അപ്പോഴാണ് ഇപ്പോൾ കൺവെൻഷൻ നമ്മൾ നേരത്തെ തന്നെ നടത്തുന്നത്. ഒരു 5-6 ദിവസം കൊണ്ട് മണ്ഡലം കൺവെൻഷൻ, നിയമസഭാ മണ്ഡലം കൺവെൻഷനുകളും പൂർത്തീകരിക്കും. അതോടുകൂടി ഒരു നല്ല ഫുൾ സ്വിംഗിലേക്ക് നമ്മുടെ പാർട്ടി പ്രവർത്തകർ, ഇടതുപക്ഷ മുന്നണിയുടെ പാർട്ടി പ്രവർത്തകർ നല്ല ഒരു നിലയിലേക്ക് ഫീൽഡിലേക്ക് പോകും. അത് നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്തി ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. CPM നല്ല അടിസ്ഥാനമുള്ള, നല്ല സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ. കഴിഞ്ഞ തവണ ഒരുപാട് വോട്ടുകൾ നഷ്ടപ്പെട്ടു. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ആ പ്രതീക്ഷ എത്രത്തോളമാണ്? കഴിഞ്ഞ തവണത്തത് ഒരു കേരളത്തെ ആകെ ബാധിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ശബരിമല ഉണ്ടായിരുന്നു, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിരുന്നു. ഇതെല്ലാം വന്നിട്ട് നമുക്ക് 38,000 വോട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഞങ്ങൾ പരാജയപ്പെടുന്നത്. ആ 38,000 വോട്ട് ഇപ്പോൾ നമുക്ക് തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതല്ല, അതിൽ കൂടുതൽ വോട്ട് നമ്മൾ ഇപ്പോൾ തിരിച്ചുപിടിക്കും. രാഷ്ട്രീയമായിട്ട് നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് പിന്നെ എതിർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് പിന്നെ പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ട് ജയിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിറ്റിംഗ് MP ആണ് UDF സ്ഥാനാർത്ഥി, കേന്ദ്ര സഹമന്ത്രിയാണ് BJP സ്ഥാനാർത്ഥി. എങ്ങനെയാണ് അവരുടെ ഒരു സ്വാധീനത്തേക്ക് മണ്ഡലത്തിലുള്ള വളർച്ചയാണ്? കാരണം സിറ്റിംഗ് MPക്ക് ആ പറയുന്ന യാതൊരു സ്വാധീനവും ഇല്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ ജയിച്ചു പോയി. പിന്നെ അദ്ദേഹം വരുന്നത് ഇപ്പോഴാണ്. ജനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലോ അവരുടെ സുഖദുഃഖങ്ങളിലോ ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ മണ്ഡലത്തിലെ ആളുകൾ അനുഭവിച്ചിട്ടില്ല. അത് വസ്തുതയാണ്. മറ്റൊരാൾ കേന്ദ്രമന്ത്രിയാണ്. ആ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ പ്രളയം വന്നു, നിപ്പ വന്നു, ധാരാളം പ്രശ്നങ്ങൾ വന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം കേന്ദ്രത്തിന്റേതായ സഹായം എന്താണ് നമുക്ക് ലഭിച്ചത്? അരി തന്നു. നമുക്ക് അത്യാവശ്യം നമുക്ക് ആ പ്രളയകാലത്ത് കുറച്ച് അരി തന്നു. അരിയുടെ മുഴുവൻ പൈസയും വാങ്ങിച്ചു. അങ്ങനെ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിലെ ഒരു മന്ത്രി, അദ്ദേഹത്തിന് എന്തു പറയാൻ പറ്റും? ഞാൻ കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ആ 2 സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ച് ജനങ്ങൾ നന്നായിട്ട് വിലയിരുത്തിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക. അടൂർ പ്രകാശ് പറഞ്ഞത് ഈഴവനെന്ന് പറയുന്നത് അഭിമാനിക്കുന്നു. ജോയി ഒരിടത്തെ ഈഴവനെന്നും മറ്റ് കാട്ടാക്കടയ്ക്ക് എത്തുമ്പോൾ CSI എന്നും പറഞ്ഞ് വോട്ട് പിടിക്കുന്നു. എന്താണ് അതിലെ അത്രയും ആരോപണത്തിലുള്ള മറുപടി? എന്താണ്? ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജാതി പറഞ്ഞ് വോട്ട് പിടിച്ച് ജയിച്ചിട്ടുള്ള ആളല്ല. പിന്നെ ഇന്നത്തെ കാലത്ത് ആര് ഏത് ജാതിയാണെന്ന് ആരുടെങ്കിലും പറഞ്ഞു കൊടുക്കണോ? അസംബന്ധം. അതായത് പുള്ളി അഡ്വാൻസ് ആയിട്ട് ഇപ്പോ ബെയിലെടുക്കുകയാണ്. ആദ്യം പറഞ്ഞു ഇവിടെ 1,00,000 1,50,000 വോട്ട് കള്ള വോട്ടുണ്ടെന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇപ്പോഴത്തെ പിന്നെ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് അത്യാധുനിക സംവിധാനമുള്ള വോട്ടർ പട്ടികയാണ്. ഫേസ് ഡിറ്റക്ഷൻ പോലും കൃത്യമായി നടത്താൻ പറ്റുന്നതാണ്. അതുകൊണ്ട് കള്ളവോട്ടില്ല, അത് പൊളിഞ്ഞു. അപ്പൊ ഇപ്പൊ ജാതി കാർഡ് ഇറക്കി കളിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആ ജാതി കാർഡൊന്നും ഒരിക്കലും വില പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ആർക്കാണ് അറിഞ്ഞൂടാത്ത ആരുടെ ജാതി? പിന്നെ അതിന്റെ പേരിൽ ഒരു കള്ളം പറയാൻ പറ്റും? ആരുടെങ്കിലും പോയി കള്ളം പറയാൻ പറ്റും? എല്ലാവരും വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ, പത്രമാധ്യമങ്ങൾ വായിക്കുന്നവരല്ലേ. അപ്പൊ അതുകൊണ്ട് ആ പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. അദ്ദേഹം
രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു തന്ത്രം മാത്രമാണ്. ശ്രീനാരായണ ഗുരുവിന് വലിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു നാട് കൂടിയാണ്, മണ്ഡലം കൂടിയാണ്. അവിടെ ഒരു ജാതി പറഞ്ഞ് വോട്ടുകൂടി എത്രത്തോളം ആശ്വാസമാണ്. അതെ, അത് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് വളരെ നെഗറ്റീവായിട്ട് അദ്ദേഹത്തിന്റെ ഈ വർത്തമാനം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വിജയാശംസകൾ. വി ജോയ് പ്രചരണം തുടരുകയാണ്. മുഖ്യമന്ത്രിയാണ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ഏതായാലും അതിശക്തമായ പോരാട്ടത്തിനാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് ഉറപ്പാണ്. കാരണം സിറ്റിംഗ് എം പി അടൂർ പ്രകാശാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനാണ് BJP സ്ഥാനാർത്ഥി. CPM ജില്ലാ സെക്രട്ടറി കൂടി ആയിരുന്ന വി ജോയ് MLA CPM-ന് വേണ്ടി ഇടതുമുന്നണിക്ക് മത്സരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടമായി ആറ്റിങ്ങൽ ഓരോ ദിവസവും മാറുകയാണ്. അരുൺ പാലൂരിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ആറ്റിങ്ങലിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം അങ്ങനെയാണ്. ജാതിക്കാട് ആരോപണം സംസ്ഥാനത്ത് ആദ്യം തന്നെ ഉയരുന്ന ഒരു മണ്ഡലമായി ആറ്റിങ്ങൽ മാറുന്നു എന്നതാണ് സാഹചര്യം. വർക്കല അടങ്ങുന്ന മേഖലകളിൽ ഉൾപ്പെടുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഇത്തരം ചർച്ചകൾ ഉയരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇത് പരിശോധിക്കേണ്ടതാണ്. വരും ദിവസങ്ങളിൽ അത്തരം ചർച്ചകൾ തുടർച്ചയുണ്ടാവുകയും ചെയ്യും. മാവേലിക്കര മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചു. അന്തരിച്ച മുൻ മന്ത്രി R ബാലകൃഷ്ണപിള്ളയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം പ്രചരണ പരിപാടികളിലേക്ക് കടന്നത്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപത്തിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ 6 തവണ ജയിക്കുകയും 2 തവണ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൊട്ടാരക്കര, കുന്നത്തൂർ, പത്തനാപുരം നിയോജക മണ്ഡലങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ ഇന്നത്തെ ദിവസം നടക്കുന്നത്. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. പെരുന്നയിലെ NSS ആസ്ഥാനത്ത് എത്തിയായിരുന്നു കൂടിക്കാഴ്ച. സുകുമാരൻ നായരുടെ അനുഗ്രഹം തേടിയാണ് താൻ എത്തിയതെന്ന് ശോഭ സുരേന്ദ്രൻ പ്രതികരിച്ചു. ഇനി നമുക്കൊരു ദേശീയ വാർത്തയിലേക്ക് പോവാം. BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് വൈകിട്ട് ചേരും. ഡൽഹിയിലെ ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ പ്രധാനമന്ത്രിയും പങ്കെടുത്തേക്കും. JP നദ്ദ, അമിത്ഷാ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടക്കുക. അടുത്ത ദിവസങ്ങളിൽ തന്നെ BJPയുടെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചേക്കും. ആദ്യഘട്ടത്തിൽ 195 സീറ്റിലെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ വരുമ്പോൾ കോട്ടയത്തെ BDJS സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വൈകുകയാണ്. തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടായിരുന്നിരിക്കെ അവസാന നിമിഷം ഈ തീരുമാനം മാറ്റുകയായിരുന്നു. തുടക്കം മുതൽ ഇടുക്കിയിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച തുഷാർ ഇനി മണ്ഡലം മാറുമോ എന്നതാണ് അറിയേണ്ടത്. തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്നലെ തന്നെ ഉണ്ടാകുമെന്നായിരുന്നു BDJS നേതാക്കളിൽ നിന്ന് അറിയിപ്പുണ്ടായിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായാണ് 2 പേരുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയവും ഇടുക്കിയും മാറ്റിയിട്ടുകൊണ്ടാണ് അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഇതാണ് വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. അത് അവിടെ നിന്ന് ഇടുക്കിയിലേക്ക് മാറാനുള്ള ഒരു നീക്കമാണോ ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് പ്രത്യേകിച്ച് ഉയരുന്ന ഒരു ചോദ്യം. ഇടുക്കിയിൽ മാത്യു സ്റ്റീഫന്റെ, അതായത് മുൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റും പിന്നീട് ജോണി നെല്ലൂരിനൊപ്പം പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിലുമൊക്കെ നീക്കം നടത്തിയ മാത്യു സ്റ്റീഫൻ, മുൻ ഉടുമ്പൻചോല ഇടുക്കി മണ്ഡലങ്ങളിൽ MLA ആയിരുന്ന മാത്യു സ്റ്റീഫൻ ഇടുക്കിയിൽ മത്സരിക്കും എന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ ചർച്ചകൾ പൂർത്തിയായിരുന്നില്ല. ഇതിനിടെയാണ് ഒരുപക്ഷെ തുഷാർ വെള്ളാപ്പള്ളി ആദ്യം മുതൽ തന്നെ മത്സരിക്കാൻ ആഗ്രഹിച്ചത് ഇടുക്കിയിലായിരുന്നു. മാത്യു സ്റ്റീഫനെ കോട്ടയത്തേക്ക് കൊണ്ടുവന്ന തുഷാർ ഇടുക്കിയിലേക്ക് മത്സരിക്കുക എന്നുള്ള നീക്കമാണോ നടക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമായി ഉയർന്നു വന്നത്. പ്രത്യേകിച്ച് അണിയറയിൽ മറ്റു പല ചർച്ചകളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി സീറ്റിൽ കോൺഗ്രസിന്റെ വിജയം ഏതാണ്ട് വിജയം ഉറപ്പിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് മത്സരിക്കുന്നു. അവിടെ CPM വോട്ടുകളിലേക്കായിരിക്കും തുഷാർ വന്നാൽ ഉള്ള ഒരു കടന്നുകയറ്റം ഉണ്ടാകുക. അത് ഒഴിവാക്കാനായി തുഷാർ ഇവിടെ നിന്ന് മാറി മത്സരിക്കണമെന്ന നിർദ്ദേശം പല കോണുകളിൽ നിന്ന് പല അന്തർധാരകളുടെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളാണ്
പരന്നത്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ ചില നീക്കങ്ങൾ നടത്തിയതായുള്ള ആരോപണങ്ങളാണ് അന്തർധാരയായി ഉള്ളിൽ ഇത്തരം ചർച്ചകളാണ് നടന്നു വരുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും തുഷാർ വെള്ളാപ്പള്ളി നിഷേധിച്ചു. BDJSന്റെ കാര്യം BDJS തന്നെയാണ് തീരുമാനിക്കുന്നതെന്നാണ് പറയുന്നത്. മാത്രമല്ല തുഷാർ വെള്ളാപ്പള്ളി തന്നെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ള സൂചനകളും ഏറ്റവും ഒടുവിൽ BDJS നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പല ബിഷപ്പുകളുമായി അടക്കം ചർച്ച തുടരുകയാണ് എന്നാണ് അവർ പറയുന്നത്. മാത്യു സ്റ്റീഫനെ തന്നെ കോട്ടയത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണോ ഇതിന്റെ ഭാഗം എന്നും വ്യക്തമല്ല. എന്തായാലും ഒരു സസ്പെൻസ് അവിടെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. BJP നേതൃത്വം JP നഡ്ഡയും ഒപ്പം തന്നെ അമിത്ഷായെ അടക്കം തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചേ പറ്റൂ എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. അത് ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി തുഷാറിന് മത്സരത്തിൽ നിന്ന് പിൻവാങ്ങാൻ ആകില്ല. എന്തായാലും തുഷാർ മത്സരരംഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. പക്ഷെ അത് കോട്ടയത്ത് നിന്ന് മാറുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ചർച്ചകളിൽ, രാഷ്ട്രീയ ഉപശാലകളിലെ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. നമ്മൾ വീണ്ടും കട്ടപ്പനയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ മൃതദേഹത്തിൻ്റെതെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തി. കൊല ചെയ്യപ്പെട്ട വിജയൻ്റേതെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. വീടിനുള്ളിൽ അധികം ആഴത്തിലല്ലാതെ കുഴിയെടുത്താണ് മൃതദേഹം മറവു ചെയ്തിരുന്നത്. മൃതദേഹം കുഴിയിലിരുത്തി മൂടിയ നിലയിലായിരുന്നു. അവശിഷ്ടങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടില്ല. വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് കേസിലെ പ്രതികളെ തെളിവെടുപ്പിന് എത്തിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും മുത്തശ്ശനെയും കൊലപ്പെടുത്തിയത്. പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, എന്താണ് സംഭവം? ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ദുരൂഹതകൾ വെളിപ്പെടുകയാണ്. കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ നിർണായക നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. തെളിവെടുപ്പിന്റെ ഭാഗമായി നടക്കുന്ന അന്വേഷണം മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. വീടിന് സമീപത്ത് തന്നെ, വീടിനുള്ളിൽ തന്നെ കുഴിച്ചിട്ട നിലയിലായിരുന്നു, ഏറെ താഴെയല്ലാതെ കുഴിച്ചിട്ട നിലയിലായിരുന്നു ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയത്. ഇത് മൃതദേഹങ്ങൾ മരണപ്പെട്ടവരുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ പരിശോധനകൾ സ്വാഭാവികമായും ശാസ്ത്രീയ പരിശോധനകളൊക്കെ വേണ്ടിവരും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില തെളിവുകളിലേക്കാണ് പോലീസ് എത്തുന്നത്. തെളിവെടുപ്പ് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നതാണ് ഈ മണിക്കൂറിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. നാടിനെ നടുക്കിയ ആ കൊലപാതകത്തിൽ സംഭവിച്ചത് എന്ത് എന്നതിൻ്റെ ദുരൂഹതകൾ പുറത്തേക്ക് വരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കൊല ചെയ്യപ്പെട്ട വിജയൻ്റേതെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങളാണ്, മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. വീടിനുള്ളിൽ തന്നെ അധികം ആഴത്തിലല്ലാതെ കുഴിച്ചിട്ട നിലയിലാണ്. തലയോട്ടിയും അസ്ഥിയും അടക്കം കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് കാര്യം. അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ വലിയ ദുരൂഹതകളും സംഭവങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട്. നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവങ്ങളാണ് ഈ കൊലപാതകത്തിനും അതിന് പിന്നിലുള്ള ഗൂഢാലോചനയിലും നടന്നിരിക്കുന്നത് എന്നതാണ് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ ദുരൂഹതകൾ വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ. തലയോട്ടിയും അസ്ഥിയുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. കട്ടപ്പന ഇരട്ട കൊലപാതകത്തിലെ പ്രധാനപ്പെട്ട അന്വേഷണ നീക്കത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിൻസ് ജെയിംസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രിൻസ്, ഈ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ദുരൂഹത അത് തുടക്കം മുതൽ വളരെ ശക്തമായി തന്നെയുണ്ട്. ആ ദുരൂഹതയിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാനപ്പെട്ട തെളിവുകളിലേക്കാണോ അന്വേഷണ സംഘം എത്തുന്നത്? സജിത്ത്, തീർച്ചയായും ഏറ്റവും പ്രധാന തെളിവുകളിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. വിജയന്റേതെന്ന് സംശയിക്കുന്ന, അതായത് 9 മാസം മുൻപ് കൊല്ലപ്പെട്ടതെന്ന് കരുതുന്ന വിജയന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഈ വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. വീടിനുള്ളിൽ അധികം ആഴത്തിലല്ലാതെ ഒരു കുഴി സ്ഥാപിച്ചിട്ടാണ് മൃതദേഹം മറവ് ചെയ്തിരുന്നത്. ഒരു വലിയ കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിലാക്കി ഒടിച്ചു മടക്കിയ രീതിയിലാണ് ഈ കുഴിയിലേക്ക് ഈ മൃതദേഹം വെച്ചിരുന്നത്. മൃതദേഹത്തിന്റെ സംശയിക്കുന്ന ഇയാൾ മരിച്ചിരുന്ന് സംശയിക്കുന്ന വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് വ്യക്തി പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇതിന്റെ ഉള്ള സ്ഥിരീകരണം ഉണ്ടാവുക. ഇപ്പൊ നിലവിൽ അത് കോട്ടയം അവശിഷ്ടങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. എന്തായാലും അവശിഷ്ടങ്ങൾ പുറത്തെത്തിക്കുന്നതിനുള്ള പൂർണ്ണമായ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. സജിത്ത്, കട്ടപ്പന ഇരട്ട കൊലപാതകത്തിലെ വളരെ പ്രധാനപ്പെട്ട തെളിവുകളിലേക്കാണ് എത്തിയത്. വീടിനുള്ളിൽ തന്നെ കൊലപ്പെടുത്തിയ ആളെ കുഴിച്ചിട്ടു എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്
ഞെട്ടിക്കുന്നതായി പുറത്തു വരുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് തെളിവെടുപ്പിന്റെ ഭാഗമായി നടക്കുമ്പോൾ അന്വേഷണത്തിൽ അവിടെ കുഴിയെടുത്ത് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന ഭാഗങ്ങളാണ് ആ ദൃശ്യങ്ങളിലേക്ക് എത്തുന്നത്. തലയോട്ടിയും അസ്ഥിയുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. വീടിനുള്ളിൽ തന്നെ ഏറെ താഴെയല്ലാതെ കുഴിച്ചിട്ട നിലയിലായിരുന്നു ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കൊല ചെയ്യപ്പെട്ട വിജയൻ്റെതെന്ന് സംശയിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങളാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അങ്ങനെയെങ്കിൽ ഇതുവരെ ഈ പ്രതികൾ പോലീസിന്റെ നിഗമനത്തിലെത്തിയ കാര്യങ്ങൾ ശരിയെന്ന് തെളിയേണ്ടി വരും. ഒപ്പം തന്നെ ചോദ്യം ചെയ്യൽ കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വരേണ്ടതുമുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന കൊലപാതകം തന്നെയാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. വീടിനുള്ളിൽ തന്നെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ക്രൂരമാണ്. അതിൽ നടത്തിയിരിക്കുന്ന ഗൂഢാലോചന ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുമുണ്ട്. പകൽ വാർത്ത അവസാനിക്കുന്നതിന് മുമ്പായി സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6050 രൂപ.